നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രഹയോഗങ്ങൾ തന്നെയാണ്. അതിനകത്ത് അഖണ്ഡ സാമ്രാജ്യ യോഗം, വേറൊരു ശ്രീ രമേശ് ചെന്നിത്തലയുടെ, നമ്മുടെ മുൻ മന്ത്രിയും KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ ജാതകത്തിൽ ഈ ഗ്രഹനിലയിൽ അഖണ്ഡ സാമ്രാജ്യ യോഗമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ ലഗ്നം സ്ഥിരരാശിയായ കുംഭം രാശിയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നം. അപ്പോൾ 2, 9, 11 ഭാവാധിപൻ ബലവാനായ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ നിൽക്കണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 9ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, 9ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ചന്ദ്രൻ്റെ കൂടെ നിൽക്കുക. ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ ചന്ദ്രൻ്റെ കൂടെയോ 4, 7, 10 നിൽക്കണം. ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ചന്ദ്രൻ്റെ കൂടെ നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് 2, 9, 11 ഭാവാധിപൻ, 9ാം ഭാവാധിപനായ ശുക്രൻ ചന്ദ്രൻ ചേർന്ന് നിൽക്കുന്നപ്പോൾ അദ്ദേഹത്തിന് അതായി. പിന്നെ 2ൻ്റെയോ 5ൻ്റെയോ 11ൻ്റെയോ ഭാവാധിപൻ വ്യാഴായിരിക്കണം. ഇദ്ദേഹത്തിൻ്റെ 2ൻ്റെയും 11ൻ്റെയും ഭാവാധിപൻ വ്യാഴമാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇത് മൂന്നും ഒരുമിച്ച് വന്നേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് അഖണ്ഡ സാമ്രാജ്യ യോഗമുണ്ട്. അഖണ്ഡ സാമ്രാജ്യ യോഗം എങ്ങനെയാ വരണേ എന്താന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ഇതിനകത്ത് 3-ാം തീയതിയിലത്തെ 3 മെയ്യിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ അഖണ്ഡ സാമ്രാജ്യ യോഗം വരണേ, എന്താ അതിൻ്റെ ഫലങ്ങൾ എന്നൊക്കെ നമ്മൾ അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിങ്ങനെ 3ഉം വന്നേക്കണോണ്ട് അഖണ്ഡ സാമ്രാജ്യ യോഗം ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ അഖണ്ഡ സാമ്രാജ്യ യോഗം വന്നു പെട്ടേക്കാണ്. പിന്നെ ഈ യോഗം മുഴുവനായി അനുഭവത്തിൽ വരാൻ എന്തൊക്കെ വേണം? ഇത് ഇങ്ങനെ 3 വന്നിട്ട് അത് മുഴുവനും നമ്മുടെ അനുഭവത്തിൽ വരാൻ എന്തൊക്കെ വേണം? ലഗ്നാധിപൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കരുത്. ലഗ്നാധിപന്റെ കൂടെ പാപഗ്രഹങ്ങൾ ഉണ്ടാകരുത്. യോഗം ചെയ്യാൻ പാടില്ല. ഇവിടെ ലഗ്നാധിപൻ വൃശ്ചികത്തിൽ, ഇദ്ദേഹത്തിന് ലഗ്നാധിപൻ വൃശ്ചികൻ രാശിയിൽ ശത്രുവായ കുജന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശനിക്ക് ശത്രുവായിട്ടുള്ള ചൊവ്വയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. രാഹു യോഗം ചെയ്തിട്ടുണ്ട്. പിന്നെ വ്യാഴത്തിനും ചന്ദ്രനും ശത്രു ഗ്രഹ യോഗം പാടില്ല. വ്യാഴം ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിൽക്കാണ്, കുഴപ്പമില്ല. വ്യാഴത്തിൻ്റെ ബന്ധുവിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, കുഴപ്പമില്ല. എന്നാൽ ചന്ദ്രൻ ബുധക്ഷേത്രത്തിൽ ശുക്രനുമായി യോഗം ചെയ്ത് നിൽക്കുന്നു. ശുക്രനും ബുധനും ചന്ദ്രൻ ശത്രുവാണ്. ശുക്രനും ബുധനും ചന്ദ്രൻ ശത്രുവാണ്. ചന്ദ്രനാണെങ്കിൽ ശത്രുത ഇല്ലാനും, ഇവരോട് ആരോടും ശത്രുത ഇല്ലാത്ത ഗ്രഹമാണ് ചന്ദ്രൻ. ആകയാൽ ഈ യോഗത്തിന്റെ മുഴുവൻ ഫലങ്ങളും സ്ഥിരമായി കിട്ടാൻ സാധ്യത കുറയും. ഇത് കിട്ടും വല്ലപ്പോഴും, പക്ഷെ സ്ഥിരമായിട്ട് കിട്ടാൻ സാധ്യത കുറയും. എന്നാൽ ഇവിടെ എന്ത് പറ്റിയേക്കണു? ഇവിടെ ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ ശുക്രൻ ശത്രുവായ ചന്ദ്രന്റെ കൂടെ, ചന്ദ്രനോട് യോഗം ഉണ്ടെങ്കിലും കൂടി 9ാം ഭാവത്ത് ഇയാൾ യോഗകാരകനാണ് ഇദ്ദേഹത്തിന്. ഏത് കുംഭലഗ്നത്തിൽ ശുക്രൻ യോഗകാരകനാണ്. അങ്ങനെ അത് നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരും. അതുപോലെ തന്നെ ലഗ്നാധിപനായ ശനിയും ലഗ്നത്തിൽ നിൽക്കണ കുജനും പരസ്പരം പരിവർത്തനം ചെയ്ത് നിൽക്കുകയാണ്. അതും ജാതകന് ഗുണം ചെയ്യും. ഈ യോഗങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടും. ഇതെല്ലാം കാരണമാണ്, ഇതെല്ലാം നമുക്ക് അനുഭവം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. അതുപോലെ ഭാവചക്രത്തിൽ ലഗ്നാധിപനായ ശനി ഉച്ചത്തിൽ നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് സ്ഥിതി ചെയ്യുക ഭാവചക്രത്തിൽ തുലാം രാശിയിൽ. ഇതും ജാതകന് അനുകൂലമാവും. അതുപോലെ രാഹുവിനും കേതുവിനും നീചഭംഗ രാജയോഗം സംഭവിച്ചേക്കുക, അതും നമുക്ക് നല്ലതാണ്. ആകെ പരിശോധിച്ചാൽ 70 വയസ്സോടെ ഇദ്ദേഹത്തിന് അധികാരസ്ഥാനങ്ങൾ, രാജാധികാരം, രാജ്യത്തിന് അഗതി, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടും. ഇതിൻ്റെ യോഗത്തിൻ്റെ ഫലങ്ങൾ വന്നു കൂടാനുള്ള സാധ്യതകൾ വർദ്ധിക്കും, വന്നുകൂടും. ഇതാണ്. അപ്പോൾ ഈ യോഗ ഫലങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ അഖണ്ഡ സാമ്രാജ്യ യോഗത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന്
3 മെയ് 25 എപ്പിസോഡിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാതകത്തിൽ ഇദ്ദേഹത്തിന് അധികാര സ്ഥാനങ്ങളിൽ 70 വയസ്സ് കഴിയുമ്പോൾ വന്ന് പെടും. ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഈ അധികാര സ്ഥാനങ്ങൾ കിട്ടാൻ ഇദ്ദേഹത്തിന് വൈകണേന്റെ കാര്യം, ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ശത്രു, പടയിൽ തന്നെ എതിർപ്പെന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലുള്ള സംഭവം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത് കിട്ടാൻ വൈകണേ. എന്നാൽ ഈ യോഗഫലം ഇദ്ദേഹത്തിന് ലഭിക്കുന്നതിനാൽ, ഈ 70 വയസ്സാകുമ്പോഴേക്കും ലഭിക്കുന്നതിനാൽ എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാൽ കൂടി തൻ്റെ പ്രവർത്തന രംഗത്ത് ഉന്നത സ്ഥാനത്തിൽ ഇദ്ദേഹം എത്തിച്ചേരുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. വന്നു ചേരും, തന്നെത്താനെ വന്ന് ചേർന്നോളും. ഉദാഹരണത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വരെ വന്നു ചേരാൻ യോഗമുള്ള ജാതകമാണ്. കാരണം ലഗ്നാൽ 5ന്റെ 10ൽ ജനിച്ച ശുക്രൻ, ലഗ്നാൽ 5ന്റെ 10ൽ ജനിച്ച ശുക്രൻ ജാതകന് യോഗകാരകനായി 5ൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ്. അതും ബന്ധുക്ഷേത്ര സ്ഥിതിയാണ്. അതിനാൽ ആരെല്ലാം എതിർത്താലും എന്തൊക്കെ തടസ്സം ഉണ്ടായാലും ഇദ്ദേഹത്തിനാകും ഉന്നത സ്ഥാനം വന്നു ചേരുന്നത്. ഈ അഖണ്ഡ സാമ്രാജ്യ യോഗത്തിന്റെ ഫലം ഇദ്ദേഹത്തിന് 70 വയസ്സിൽ, അതായത് രാജയോഗം ഏറ്റവും വലിയ ഒരു സ്ഥാനം ഇദ്ദേഹത്തിന് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അവരുടെ ഈ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തില് കുഴപ്പങ്ങളൊന്നുമില്ലാണ്ടിരുന്നാൽ ഇദ്ദേഹത്തിന് കിട്ടുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതാണ് അഖണ്ഡ സാമ്രാജ്യ യോഗം. രമേശ് ചെന്നിത്തലയുടെ ഗ്രഹനില, ശ്രീ രമേശ് ചെന്നിത്തല ഗ്രഹനില നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേറൊരു ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. 10/6/1956 ആണ് അദ്ദേഹത്തിൻ്റെ ജനനം. 12/15 വെളുപ്പിന് ആണ് അദ്ദേഹത്തിൻ്റെ ജനനം. അത് നമ്മൾ അതിൻ്റെ ഗ്രഹനില നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അഖണ്ഡ സാമ്രാജ്യ യോഗം. അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഇതുപോലുള്ള യോഗങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇതുവരെ ഞങ്ങളുടെ ചാനൽ മുഴുവനായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമസ്തേ.